എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഇടനാഴിയിലെ കവിത എന്ന പ്രണയകഥയുടെ അടുത്ത ഭാഗമാണ്. അധ്യായം 3. നിശബ്ദ സംഭാഷണങ്ങൾ. കോളേജ് ലൈബ്രറിക്ക് ഒരു പ്രത്യേക ഗന്ധമുണ്ട്. പഴകിയ കടലാസുകളുടെയും മഷിയുടെയും മരത്തടി കൊണ്ട് തീർത്ത വലിയ അലമാരകളുടെയും സങ്കരമായൊരു മണം. പുറത്ത് വെയിൽ കനത്തു നിൽക്കുകയാണ്. ജനാലകളിലൂടെ അരിച്ചെത്തുന്ന സൂര്യപ്രകാശത്തിൽ പൊടിപടലങ്ങൾ നൃത്തം ചെയ്യുന്നത് കാണാം. മായ തന്റെ സ്ഥിരം സീറ്റിൽ ഇരിക്കുകയായിരുന്നു. ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന് അനുവദിച്ച വലിയ തടിമേശയുടെ അറ്റത്ത് തന്റെ സമവാക്യങ്ങളുടെ ലോകത്ത് അവൾ തനിച്ചായിരുന്നു. ലൈബ്രറിയിൽ നിശബ്ദത പാലിക്കണമെന്നത് അവിടുത്തെ അലിഖിതമായ നിയമമാണ്. അല്പം ഉച്ചത്തിൽ ശ്വസിച്ചാൽ പോലും ലൈബ്രറിയൻ രാഘവൻ പിള്ളയുടെ കനത്ത നോട്ടം അവിടെ എത്തും. ആ നിശബ്ദത മായയ്ക്ക് എന്നും ഇഷ്ടമായിരുന്നു. എന്നാൽ ഇന്ന് ആ നിശബ്ദതയ്ക്ക് എന്തോ ഒരു ഭാരം കൂടുതലുള്ളതുപോലെ അവൾക്ക് തോന്നി. പെട്ടെന്നാണ് എതിർവശത്തെ കസേര നീങ്ങുന്ന ശബ്ദം കേട്ടത്. മായ തലയുയർത്തി നോക്കി. ലിയാം. അവൻ വളരെ സാവധാനം തന്റെ ബാഗ് മേശപ്പുറത്ത് വെച്ചു. അവന്റെ ചുണ്ടിൽ ആ പഴയ കള്ളച്ചിരിയുണ്ട്. മായ അവനെ നോക്കി ഒന്ന് പേടിപ്പിച്ചു. ഇവിടെ മിണ്ടരുത് എന്ന ഭാവത്തിൽ. ലിയാം അത് മനസ്സിലാക്കിയെന്ന പോലെ തന്റെ കൈകൾ കൊണ്ട് വായ മൂടി കാണിച്ചു. ലിയാം തന്റെ ബാഗിൽ നിന്ന് ഒരു വലിയ സ്കെച്ച് ബുക്കും ചാരനിറത്തിലുള്ള ഒരു പെൻസിലും എടുത്തു. അവൻ എന്തോ വരയ്ക്കാൻ തുടങ്ങുകയാണ്. മായ വീണ്ടും തന്റെ ക്വാണ്ടം മെക്കാനിക്സ് പുസ്തകത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. പക്ഷെ അവളുടെ മനസ്സ് പുസ്തകത്തിലായിരുന്നില്ല. ലിയാമിന്റെ കൈകൾ ചലിക്കുന്നത് അവൾ കണ്ണിന്റെ കോണിലൂടെ ശ്രദ്ധിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലിയാം ഒരു ചെറിയ കടലാസ് കഷ്ണം മടക്കി അവളുടെ നേർക്ക് നീക്കി. മായ ചുറ്റും നോക്കി. രാഘവൻ പിള്ള ദൂരെയുള്ള അലമാരയ്ക്ക് പിന്നിലാണ്. അവൾ പതുക്കെ ആ കടലാസ് തുറന്നു. ഫിസിക്സ് ഇത്രയും ബോറാണോ? അതോ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണോ ഈ വിഷയം ഇത്ര കടുപ്പമായി തോന്നുന്നത്? ഭംഗിയുള്ള കൈപ്പടയിലുള്ള കുറിപ്പായിരുന്നു അത്. മായയ്ക്ക് ചിരി വന്നു. പക്ഷെ അവൾ അത് കടിച്ചു പിടിച്ചു. അവൾ തന്റെ പേനയെടുത്ത് ആ കടലാസിന്റെ താഴെ എഴുതി, ഫിസിക്സ് ബോറല്ല ലിയാം, അത് പ്രപഞ്ചത്തിന്റെ ഭാഷയാണ്. നിന്റെ ചിത്രങ്ങൾ പോലെ തന്നെ അതും സത്യമാണ്. പിന്നെ എന്റെ മുഖത്തിന് എന്തു പറ്റി? അവൾ അത് തിരികെ നീക്കി. ലിയാം അത് വായിച്ചു. അവൻ പെട്ടെന്ന് ആ കടലാസിന്റെ മറുവശത്തെന്തോ വരച്ചു. മിനിറ്റുകൾക്കുള്ളിൽ അവൻ അത് തിരികെ നൽകി. മായ അത് തുറന്നു നോക്കിയപ്പോൾ സ്തംഭിച്ചുപോയി. ഒരു ചെറിയ വരയിൽ അവൻ അവളുടെ മുഖം വരച്ചിരിക്കുന്നു. ഗൗരവത്തോടെ പുസ്തകത്തിലേക്ക് നോക്കിയിരിക്കുന്ന മായ. അവളുടെ കണ്ണടയുടെ വശങ്ങളിൽ തട്ടി നിൽക്കുന്ന മുടിയിഴകൾ പോലും അവൻ കൃത്യമായി വരച്ചിട്ടുണ്ട്. അതിന് താഴെ അവൻ എഴുതി, നീ സത്യങ്ങൾ തിരയുന്നത് പുസ്തകങ്ങളിലാണ്. ഞാൻ സത്യങ്ങൾ കാണുന്നത് നിന്റെ ഈ ഗൗരവത്തിലാണ്. നിന്റെ ഈ ഏകാഗ്രതയാണ് ഈ ലൈബ്രറിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ച. മായയുടെ ഹൃദയം ഒന്ന് വേഗത്തിൽ മിടിച്ചു. ഇതുവരെ ആരും അവളോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. പ്രണയത്തിന്റെ ഭാഷ ഇത്രയും ലളിതമായിരിക്കുമെന്ന് അവൾ അറിഞ്ഞില്ല. അവൾ തിരികെ എഴുതി, നിനക്ക് എല്ലായ്പ്പോഴും ഇങ്ങനെ സംസാരിക്കാൻ കഴിയുമോ? വാക്കുകളില്ലാതെ. ലിയാം ആ കുറിപ്പ് വാങ്ങി തന്റെ സ്കെച്ച് ബുക്കിനുള്ളിൽ ഒളിപ്പിച്ചു. അവൻ പിന്നീടൊന്നും എഴുതിയില്ല. പക്ഷെ അവൻ വരയ്ക്കുന്നതിനിടയിൽ ഇടയ്ക്കിടെ മായയെ നോക്കുന്നുണ്ടായിരുന്നു. ആ നോട്ടങ്ങളിൽ 1000 വാക്കുകൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. വാക്കുകൾ നിരോധിക്കപ്പെട്ട ആ വലിയ ഹാളിൽ അവർ നിശബ്ദതയിലൂടെ ഒരു പുതിയ ഭാഷ കെട്ടിപ്പടുക്കുകയായിരുന്നു. ലൈബ്രറിയിലെ പഴയ ക്ലോക്ക് സമയം അറിയിച്ചുകൊണ്ട് 3 തവണ മുഴങ്ങി. മായ എഴുന്നേറ്റു. അവൾ പുസ്തകങ്ങൾ അടുക്കി വെച്ചു. ലിയാം അപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണ്. മായ നടന്നു പോകുമ്പോൾ ലിയാം തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ കടലാസ് ചുരുൾ അവളുടെ ബാഗിന്റെ പോക്കറ്റിലേക്ക് പതുക്കെ ഇട്ടു. ഹോസ്റ്റലിൽ എത്തിയ ശേഷമാണ് മായ അത് കണ്ടത്. അതൊരു ചെറിയ നീലപ്പൂവായിരുന്നു. പെയിന്റ് കൊണ്ട് വരച്ചതല്ല, മറിച്ച് ലിയാം തന്റെ വിരലുകൾ കൊണ്ട് ചായം തേച്ചുണ്ടാക്കിയ ഒരു ചെറിയ അടയാളം. അതിൽ അവൻ എഴുതിയിരുന്നു, നാളെ വൈകുന്നേരം 4 മണിക്ക് ക്യാൻറ്റീന് പിന്നിലെ ആ പഴയ മരച്ചുവെട്ടിൽ വരാമോ? നിശബ്ദതയില്ലാതെ നമുക്ക് കുറച്ചുനേരം സംസാരിക്കാം. അന്ന് രാത്രി മായയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തന്റെ ഫിസിക്സ് തിയറികളെക്കാൾ സങ്കീർണമായ ഒരു വികാരം അവളുടെ ഉള്ളിൽ പടരുകയായിരുന്നു. ലിയാമിന്റെ ആ നിശബ്ദ സംഭാഷണങ്ങൾ അവളുടെ ഉള്ളിലെ മൗനത്തെ തകർത്തിരുന്നു. നാളത്തെ ആ കണ്ടുമുട്ടലിനായി അവൾ കാത്തിരുന്നു. ആദ്യമായി ഒരു ശാസ്ത്ര വിദ്യാർത്ഥിനി ഒരു കലാകാരന്റെ ഭാവനാലോകത്തേക്ക് നടക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വാക്കുകളില്ലാതെ തുടങ്ങിയ ആ പ്രണയം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. അധ്യായം 4. ക്യാൻറ്റീനിലെ വൈകുന്നേരം. കോളേജ് ക്യാൻറ്റീന് പിന്നിലെ ആ പഴയ വാഗമരം ഒരുപാട് പ്രണയങ്ങൾക്കും സൗഹൃദങ്ങൾക്കും സാക്ഷ്യം വഹിച്ചതാണ്. 4 മണി കഴിഞ്ഞപ്പോൾ വെയിലിന് ഒരു സ്വർണ്ണ നിറമായിരുന്നു. കാറ്റിൽ ഉണങ്ങിയ ഇലകൾ വട്ടം ചുറ്റി പറക്കുന്നു. മായ അവിടെ എത്തുമ്പോൾ ലിയാം നേരത്തെ തന്നെ എത്തിയിരുന്നു. അവൻ ആ മരത്തിന്റെ ചുവട്ടിലെ സിമന്റ് തറയിൽ കാലുകൾ തൂക്കിയിട്ടിരുന്ന് ദൂരേക്ക് നോക്കുകയാണ്. അവന്റെ അരികിൽ 2 ഗ്ലാസ് ചായ ഇരിപ്പുണ്ട്. ആവി പറക്കുന്ന കടുപ്പത്തിലുള്ള ചായ. മായ പതുക്കെ അവന്റെ അരികിലേക്ക് നടന്നു.
അവളുടെ ഹൃദയമിടിപ്പ് അവൾക്ക് തന്നെ കേൾക്കാമായിരുന്നു. ലിയാം, അവൾ പതുക്കെ വിളിച്ചു. ലിയാം തിരിഞ്ഞു നോക്കി. അവന്റെ മുഖത്തൊരു പ്രകാശം പടർന്നു. നീ വരുമെന്നെനിക്കറിയാമായിരുന്നു മായ. ഫിസിക്സിലെ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നിനക്ക് വരാതിരിക്കാൻ കഴിയില്ലല്ലോ, അവൻ തമാശയായി പറഞ്ഞു. മായ അവന്റെ അരികിൽ അല്പം അകലം പാലിച്ചിരുന്നു. ലിയാം ഒരു ഗ്ലാസ് ചായ അവൾക്ക് നേരെ നീട്ടി. ഇത് നിനക്കുള്ളതാണ്. പഞ്ചസാര അല്പം കുറവാണ്, നിനക്കതാണല്ലോ ഇഷ്ടം. മായ അത്ഭുതത്തോടെ അവനെ നോക്കി. നിനക്കെങ്ങനെ അറിയാം? നിശബ്ദതയിൽ ഞാൻ നിന്നെ നിരീക്ഷിക്കാറുണ്ട് മായ, ലിയാം ഒരു സിപ്പ് ചായ കുടിച്ചുകൊണ്ട് പറഞ്ഞു. ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ നീ എപ്പോഴും ചുണ്ടുകൾ അനക്കി എന്തോ മന്ത്രിക്കാറുണ്ട്. അത് ഐൻസ്റ്റീന്റെ തിയറികളാണെന്ന് എനിക്കറിയാം. പക്ഷേ നിന്റെ കണ്ണുകൾ തിരയുന്നത് മറ്റെന്തോ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മായ ചായ ഗ്ലാസിൽ കൈകൾ മുറുക്കി. ലിയാം, എനിക്ക് നിന്നെപ്പോലെ ഭാവനാലോകത്ത് ജീവിക്കാൻ കഴിയില്ല. എനിക്ക് ചുറ്റുമുള്ള ലോകം വസ്തുതകളിലാണ് നിലനിൽക്കുന്നത്. ഈ ചായയുടെ താപനില, ഈ ഇലകൾ വീഴുന്ന വേഗത, ഇതെല്ലാം എനിക്ക് സമവാക്യങ്ങളാണ്. ലിയാം ഒന്ന് ചിരിച്ചു. അവൻ തന്റെ കയ്യിലിരുന്ന ഒരു ഉണങ്ങിയ വാകയില ഉയർത്തിപ്പിടിച്ചു. മായ, ഈ ഇല താഴെ വീഴുന്നത് വെറുമൊരു ഗ്രാവിറ്റി മൂലമാണെന്ന് നീ പറയും. പക്ഷെ ഞാൻ കാണുന്നത് ആ ഇല ഈ മണ്ണിലേക്ക് ചേരാൻ നടത്തുന്ന ഒരു നൃത്തമാണ്. ശാസ്ത്രം വസ്തുക്കളെ വിവരിക്കുമ്പോൾ കല അതിലെ വികാരങ്ങളെയാണ് കാണുന്നത്. നിന്റെ സമവാക്യങ്ങൾ കൊണ്ട് ഈ വൈകുന്നേരത്തിന്റെ സൗന്ദര്യം അളക്കാൻ നിനക്ക് കഴിയുമോ? മായ അല്പനേരം ആലോചിച്ചു. കഴിയില്ലായിരിക്കാം. പക്ഷെ നിന്റെ ഈ പെയിന്റിങ്ങുകൾ കൊണ്ട് വിശപ്പടക്കാൻ നിനക്ക് കഴിയുമോ ലിയാം? ജീവിതം എന്നത് വെറും സ്വപ്നങ്ങളല്ലല്ലോ. അല്ല മായ, ലിയാമിന്റെ ശബ്ദം ഗൗരവമുള്ളതായി. ജീവിതം എന്നത് നിലനിൽപ്പ് മാത്രമല്ല. നിലനിൽക്കാൻ നിനക്ക് ശാസ്ത്രം വേണം, പക്ഷെ ജീവിക്കാൻ നിനക്ക് പ്രണയവും കലയും വേണം. ഒരു റോബോട്ടിന് ശാസ്ത്രം മനസ്സിലാകും, പക്ഷെ അതിന് ഒരു ചിത്രത്തെ നോക്കി കരയാൻ കഴിയില്ല. മായ ആദ്യമായി ലിയാമിന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. ആ കണ്ണുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന ആത്മാർത്ഥത അവളെ തളർത്തിക്കളഞ്ഞു. അവൾ പതുക്കെ പറഞ്ഞു, എന്റെ അച്ഛൻ ഒരു ബാങ്ക് മാനേജരാണ്. കൃത്യമായ കണക്കുകൾക്കിടയിലാണ് ഞാൻ വളർന്നത്. പരാജയപ്പെടുന്നത് എനിക്ക് ഭയമാണ് ലിയാം. അതുകൊണ്ട് തന്നെ നിന്റെ ഈ അലസമായ ലോകം എന്നെ പേടിപ്പിക്കുന്നു. ലിയാം അവളുടെ കയ്യിലെ ചായ ഗ്ലാസ് വാങ്ങി താഴെ വെച്ചു. അവൻ അവളുടെ വിരലുകളിൽ തൊട്ടില്ലെങ്കിലും അവന്റെ സാമീപ്യം അവൾക്ക് അനുഭവപ്പെട്ടു. മായ, പരാജയപ്പെടുമ്പോഴാണ് പുതിയ വഴികൾ തുറക്കുന്നത്. ഒരു ചിത്രം വരയ്ക്കുമ്പോൾ വരികൾ തെറ്റാറുണ്ട്, പക്ഷെ ആ തെറ്റുകളിൽ നിന്നാണ് പലപ്പോഴും മികച്ച കലകൾ ജനിക്കുന്നത്. നിന്റെ ജീവിതത്തിലെ സമവാക്യങ്ങൾ തെറ്റാൻ നീ ഒരിക്കലെങ്കിലും അനുവദിച്ചിട്ടുണ്ടോ? മായൊന്നും മിണ്ടിയില്ല. അവർക്കിടയിൽ ഒരു നീണ്ട നിശബ്ദത പടർന്നു. പക്ഷേ ആ നിശബ്ദതയ്ക്ക് ലൈബ്രറിയിലെ മൗനത്തേക്കാൾ അർത്ഥമുണ്ടായിരുന്നു. ദൂരെ ക്യാമ്പസ് ഗ്രൗണ്ടിൽ നിന്ന് കുട്ടികളുടെ ആരവം കേൾക്കാം. എനിക്ക് പോകണം, മായ പതുക്കെ പറഞ്ഞു. മായ, ലിയാം അവളെ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. നാളെ മുതൽ നമ്മൾ മാഗസിൻ വർക്കുകൾ തുടങ്ങുകയാണ്. ഓർമ്മയുണ്ടല്ലോ, നിന്റെ ലോജിക് എന്റെ ഭാവനയോട് ഏറ്റുമുട്ടാൻ പോകുന്ന ദിവസമാണ്. മായ ഒന്ന് പുഞ്ചിരിച്ചു. അല്പം മുൻപുണ്ടായിരുന്ന ഗൗരവം അവളുടെ മുഖത്തു നിന്ന് മാഞ്ഞുപോയിരുന്നു. കാണാം ലിയാം. അവൾ നടന്നു നീങ്ങുമ്പോൾ ലിയാം വീണ്ടും ആ മരച്ചുവട്ടിൽ ഒറ്റയ്ക്കായി. അവൻ തന്റെ സ്കെച്ച് ബുക്ക് എടുത്തു. അതിൽ അവൻ പുതിയൊരു പേജ് മറിച്ചു. ആ പേജിന്റെ നടുവിൽ അവൻ ഒരു ചായക്കറ കൊണ്ട് ഒരു ചെറിയ വട്ടം വരച്ചു. അതിനുള്ളിൽ അവനൊരു പെൺകുട്ടിയുടെ കണ്ണുകൾ മാത്രം വരച്ചു. ഭയവും പ്രണയവും ഒരേപോലെ ഒളിപ്പിച്ചു വെച്ച മായയുടെ കണ്ണുകൾ. കാന്റീനിലെ ആ ചായയുടെ മണവും വാഗമരത്തിന്റെ തണലും അവരുടെ ഉള്ളിൽ ഒരു പുതിയ അധ്യായം തുറന്നിരുന്നു. ശാസ്ത്രവും കലയും തമ്മിലുള്ള ആ കണ്ടുമുട്ടൽ വെറുമൊരു സംഭാഷണമായിരുന്നില്ല, മറിച്ച് രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയായിരുന്നു. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.